ഹരീഷ് വാസുദേവൻ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഇപ്പോൾ എങ്ങനെ ഗോവിന്ദച്ചാമി ജയിൽ ചാടി ഉള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഇയാൾ കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി ജയിലിൽ ബഹളമുണ്ടാക്കിയ ഗോവിന്ദച്ചാമിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഭക്ഷണം കൃത്യമായി കുറച്ച് ജയിലിൽ ചാടാൻ അയാൾ ഭാരം കുറയ്ക്കുകയായിരുന്നു. ഒരു സംശയവും ആർക്കും തോന്നിയില്ല എന്നുള്ളതാണ് അത്ഭുതകരം. ഇയാൾ താടി വളർത്തിയിട്ടുണ്ട്, ഇയാൾക്ക് ചാടാനുള്ള തുണി കിട്ടിയിട്ടുണ്ട്, പുറത്തു കടക്കാനുള്ള ടൂൾസ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് ജയിലിൽ നടക്കുന്നതെന്നതിന്റെ സൂചനകളാണ് നൽകുന്നത് ഹരീഷ് വാസുദേവൻ? കേരളത്തിലെ പ്രിസൺ അഡ്മിനിസ്ട്രേഷന്റെ ഒരു വലിയ ഫെയിലിയർ ആണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ പൊതുസമൂഹം, സർക്കാർ പണം ചെലവാക്കിയാണ് നമ്മൾ ഈ പ്രിസൺ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. അതിനൊരു സംവിധാനമുണ്ട്. ഓരോ പ്രിസണിനും അതിനുള്ള ഉദ്യോഗസ്ഥരുണ്ട്, വാർഡന്മാരുണ്ട്, അതിന് മുകളിൽ സംവിധാനമുണ്ട്, അതിനൊരു DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്, അതിന്റെ മുകളിൽ ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് സെക്രട്ടറി നമുക്കുണ്ട്, അതിന് മുകളിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത മന്ത്രിയുണ്ട്. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ ടോട്ടലായിട്ടുള്ളൊരു ഫെയിലിയർ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനെ സംബന്ധിച്ച് പൊതുജനം വീണ്ടും ഈ സിസ്റ്റത്തിന്റെ ഫെയിലിയർ കൂടി നമ്മുടെ സമയം ചെലവിട്ട്, നമ്മുടെ പണം ചെലവിട്ട് നമ്മൾ അന്വേഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ ജയിൽ അഡ്മിനിസ്ട്രേഷൻ സുതാര്യമായും സംശുദ്ധമായും നീതിപൂർവമായും നടപ്പാക്കുന്നതെന്ന് കാണാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണം. നമ്മളിപ്പോൾ പ്രിസൻസിന്റെ സൈറ്റിൽ പോയി നോക്കിയാൽ ഈ ജയിൽ റിവ്യൂ മീറ്റിങ്ങുകൾ കറക്റ്റ് ആണോ, ഈ ഉദ്യോഗസ്ഥരാരെങ്കിലും അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അഴിമതി കേസിൽ പിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ വലിയ വീഴ്ചകൾ നടത്തി പിടിക്കപ്പെടുന്ന ആളുകളെ 6 മാസം സസ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് സർവീസിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ആളുകളെല്ലാം സസ്പെൻഷൻ കഴിഞ്ഞ് സർവീസിൽ തിരിച്ചു വരുന്ന ആളുകളെല്ലാം ഇത്തരത്തിലുള്ള പോസ്റ്റുകളിൽ അഭിരമിക്കുന്നുണ്ടാവും. നമുക്കറിയില്ല. ഇത്തരം ആളുകളെ ട്രേസ് ചെയ്യാനൊരു സംവിധാനം ഈ സിസ്റ്റത്തിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. അപ്പൊ അവരുടെയും കൂടി വീഴ്ചയാണ്, വിജിലൻസ് സംവിധാനത്തിന്റെ കൂടി വീഴ്ചയാണ്. പ്രിസൻസ് ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള വിജിലൻസ് സംവിധാനം ഉണ്ടെങ്കിൽ അവരുടെ കൂടി വീഴ്ചയാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യത്തിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെങ്കിൽ 10 വർഷക്കാലം അല്ലെങ്കിൽ 15 വർഷക്കാലം എടുത്തോളൂ, രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ ഇതിനകത്തുനിന്ന് മാറ്റി നിർത്താം, എത്രത്തോളം റിവ്യൂ മീറ്റിംഗുകൾ നടത്തി ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സ്മൃതി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭക്ഷണത്തിന് ആർത്തി പിടിച്ച ഒരാൾ പിന്നീട് ഭക്ഷണം വേണ്ട എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കാൻ മുഴുവൻ സമയ ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവർക്ക് വേറെ ജോലിയില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് VIP ഡ്യൂട്ടി ഉണ്ട്, മറ്റ് പല ഡ്യൂട്ടികളുണ്ട്. അവർക്ക് കൃത്യാന്തര ബാഹുല്യം അവർക്ക് പറയാം. പ്രിസൻസിന് എന്ത് കൃത്യാന്തര ബാഹുല്യമാണുള്ളത്? അവിടെ സ്റ്റാഫ് പെർമനന്റ് ആയിട്ട് അവിടുത്തെ സ്റ്റാഫാണ്. അവർക്ക് ഇവരെ നോക്കലാണ് അവരുടെ പണി. CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളുണ്ട്. ഞാൻ പല പ്രാവശ്യം സെൻട്രൽ പ്രസിഡന്റ് പോയിട്ടുള്ള ഒരാളാണ്, അഭിഭാഷക വൃത്തിയുടെ ഭാഗമായിട്ട്. ഇവരെ കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം അതിനകത്തുണ്ട്. അവരറിയാതെ, അവരുടെ സമ്മതമില്ലാതെ, അവരുടെ മൗനാനുവാദമില്ലാതെ ഒരാൾക്ക് ജയിൽ വിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള അതാണ്. ഉദ്യോഗസ്ഥരുടെ താല്പര്യം ഇതിൽ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. വളരെ നന്ദി ഹരീഷ് വാസുദേവൻ പ്രതികരിച്ചതിന്.